യുകെയിൽ മലയാളി യുവാവ് മരിച്ച നിലയിൽ കണ്ടെത്തിയ വാർത്ത ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെയും അടുപ്പമുള്ളവരെയും ബന്ധുക്കളെയും ഒക്കെ തന്നെയും സങ്കടപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. മിഥുൻ ചന്ദ്രൻ എന്ന യുവാവ്, ആ യുവാവിൻ്റെ മരണമാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വാർത്ത കേൾക്കുന്ന ഓരോരുത്തരെയും കൂടി ഞെട്ടിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്നത്. മരണവാർത്തകൾ പൊതുവെ വളരെയധികം വേദനപ്പെടുത്തുന്ന ഒന്നായി തന്നെ മാറാറുണ്ട്. അതുപോലെ ഒന്നായി തന്നെയാണ് ഇതും മാറുന്നത് എന്ന് തന്നെ നമുക്ക് പറയുകയും ചെയ്യാം. എപ്പോൾ കണ്ടാലും സ്നേഹത്തോടെ പിടിച്ചു നിർത്തി വർത്തമാനം പറയുന്ന പ്രകൃതക്കാരനായ കോട്ടയം സ്വദേശിയായ ഈ ചെറുപ്പക്കാരൻ മരണത്തലേന്നും തൻ്റെ വരുമാന മാർഗമായ ഡെലിവറി ജോലിക്കിടെ കണ്ടുമുട്ടിയ സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടുമൊക്കെ സംസാരിച്ചു പിരിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഓരോ തവണയും ഈ യുവാവിനെക്കുറിച്ചുള്ള വാർത്ത പുറത്തു വരുമ്പോൾ അതെന്തുമാത്രം വേദന ഉണ്ടാക്കുന്നു എന്നുകൂടി ഇതിൽ പറയുന്നുണ്ട്. ഇപ്പോൾ വിഷയം ഇതുതന്നെയാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ എപ്പോഴും എന്നെപ്പോലെ അവസാന വട്ടം കണ്ടപ്പോൾ സംസാരിക്കാൻ നിൽക്കാതെ തിടുക്കപ്പെട്ട് പോകാൻ ശ്രമം നടത്തിയ മിഥുനെയാണ് ഇപ്പോൾ എല്ലാവരും ഓർത്തെടുക്കുന്നത് എന്ന് പറയുന്നു. ആ തിടുക്കം അവൻ്റെ മനസ്സിലെ കാറ്റും കോളും നിറഞ്ഞ അസ്വസ്ഥതകളുടെ ഭാഗം മാത്രമായിരുന്നു എന്ന് ഏവരും അറിഞ്ഞത് നടുക്കുന്ന വാർത്ത കേട്ടിട്ടോടെയാണ്. 10 വർഷം മുൻപ് സ്റ്റുഡൻറ് വിസയിൽ എത്തിയ മിഥുൻ അക്കാലത്ത് കടുത്ത കുടിയേറ്റ നടപടികൾ മൂലം ജോലി കണ്ടെത്താനാകാതെ മടങ്ങുകയായിരുന്നു. തുടർന്ന് നാട്ടിലെത്തി വിവാഹിതനായ മിഥുൻ നഴ്സായ ഭാര്യ അഞ്ജു വർഗീസിനെ പോർട്സ്മൗത്ത് ക്വീൻ അലക്സാന്ദ്ര ആശുപത്രിയിൽ ജോലി ലഭിച്ചതോടെ 2.5 വർഷം മുൻപ് യുകെയിൽ എത്തുന്നു. കഠിന അധ്വാനിയും സ്നേഹസമ്പന്നനുമായ ചെറുപ്പക്കാരൻ എന്നാണ് ഇയാൾക്കൊപ്പം ജോലി ചെയ്യുന്ന എല്ലാവരും ഒരുപോലെ പറയുന്നത്. പരിചയമുള്ള സുഹൃത്തുക്കൾ ഇപ്പോഴും ഓർത്തെടുക്കുന്നതും അങ്ങനെ തന്നെയാണ്. തൻ്റെ ജീവിതത്തിലെത്തിയ അസാധാരണ സംഭവങ്ങൾ പലപ്പോഴും മിഥുൻ സുഹൃത്തുക്കളോട് ജോലി സ്ഥലത്തുമൊക്കെ പങ്കുവച്ചിട്ടുണ്ടെങ്കിലും ഒരു പരിധിയിൽ കൂടുതൽ ആർക്കും ഇടപെടാനാകാത്ത സങ്കീർണതയിൽ കൂടിയാണ് മിഥുൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ക്വീൻ അലക്സാന്ദ്ര ഹോസ്പിറ്റലിൽ പാർട്ട് ടൈം ജോലി ചെയ്താണ് അദ്ദേഹം കുട്ടികളെ നോക്കിയിരുന്നത്. ഇതിനിടയിൽ കിട്ടുന്ന സമയങ്ങളിൽ ഡെലിവറി ജോലി അടക്കം ചെയ്യാനുള്ള സന്നദ്ധത കൂടി കാണിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികളെ നോക്കുന്നതിനോടൊപ്പം തന്നെ സൗഹൃദ വലയത്തിൽ നിൽക്കാനും അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാം. ഒരു കഠിന അധ്വാനി തന്നെയാണ് അദ്ദേഹം. ഇതിൻ്റെ കഠിന അധ്വാനം ചെയ്യാനുള്ള മനസ്സ് കൂടിയാണത്. 2 മാസം മുൻപ് വീട്ടിൽ അസ്വസ്ഥതകൾ മിഥുൻ പ്രകടിപ്പിച്ചിരുന്നു. പിന്നീട് പോലീസ് നിർദ്ദേശത്തെ തുടർന്ന് സൗഫിയ എന്ന സ്ഥലത്ത് ഏകനായി താമസിക്കുകയായിരുന്നു. ഇതിനിടയിൽ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയായ മൂത്ത മകൾ അയക്കുന്ന സ്നേഹ സന്ദേശങ്ങൾ കൂട്ടുകാരെ കേൾപ്പിച്ചാണ് മിഥുൻ ആശ്വാസം കണ്ടെത്തിയിരുന്നത്. മിഥുൻ ഫോൺ പരിശോധിക്കാൻ പോലീസ് തയ്യാറായി. അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളും കണ്ടെത്താനാകുമെന്നാണ് പ്രിയപ്പെട്ടവർ തന്നെ കരുതുന്നത്. അടുത്തിടെ അയർലൻഡിൽ മരിച്ച സഞ്ജു നേരിട്ടതിന് സമാനമായ അനുഭവങ്ങൾ മിഥുനും നേരിട്ടെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുക മാത്രമാണ് എല്ലാവരുടെയും മുൻപിലുള്ളത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.